അപ്പൊ അവര് ചോദിച്ചു പറഞ്ഞു ഇത് പ്രസ് ക്ലബ് ബാക്കിലാണ്. അത് കുറച്ച് വന്നപ്പോ പറഞ്ഞ അവര് പറഞ്ഞു ഇത് വണ്ടിയാണ് അങ്ങോട്ട് കിടന്നത്. പിന്നെ അവളിലൂടെ കിടന്നിട്ട് ക്രോസ് ചെയ്ത് ഈ റോഡ് കൂടി നിങ്ങൾ പോയേ ഇതിലേ പോയോ? ഈ റോഡല്ല, ആ മെയിൻ റോഡ് കൂടെ അതിലേ പോയോ? ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു വരാറില്ല, കാരണം വൺ വേ അതെ. പിന്നെ തിരിഞ്ഞു വരാറില്ല. ഇടയ്ക്കൊരു ലാൻഡായ ഇന്ത്യ എന്നുള്ളത് ഒരു കോണ്ടാക്ട് ഇല്ലാതെ സ്വിറ്റ്സർലാൻഡിൽ വിളിച്ചാൽ കിട്ടത്തില്ല, ഇവിടെ വിളിച്ചാലും പ്രശ്നം, ഇവിടുത്തെ നമ്പറില്ല. അങ്ങനെ ഞാൻ ആ പോലെ ചില വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്നേരം അവിടെ പറഞ്ഞ ഇതുപോലെ നിർത്തലായി. നമ്മുടെ പുസ്തകം കിട്ടിയ വന്നൊരു സമയമാണ്. കാരണം ഇതിന് ഒരു സമയ ചുരുക്കമായിരുന്നു എനിക്ക്. ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് ഒരാഴ്ചയായി. പിന്നെ ഈ അവാർഡ് കൊടുക്കുന്ന വ്യക്തി ഇന്നലെയാണ് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നത്. അപ്പം ഞാനിവിടെ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ട പെരിങ്ങമല എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് സണ്ണി ഡാനിയൽ. ഞാൻ താമസിക്കുന്നത് UK-ലാണ്. ഞങ്ങൾ ഒരു UK-ൽ ഒരു കൗൺസിലുണ്ട്, മലയാളികളുടെ ഒരു അസോസിയേഷൻ. അത് ലണ്ടൻ മലയാളി കൗൺസിൽ എന്നാണ്. ഇത് 2004 മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലുള്ള എഴുത്തുകാർക്ക് ഞങ്ങളൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചാരിറ്റിയായിട്ട് പല സഹായങ്ങളും പലർക്കും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷം എല്ലാ 5 വർഷത്തിലും ഒരിക്കലാണ് കേരളത്തിന് വെളിയിലുള്ള എഴുത്തുകാർക്ക് ഞങ്ങൾ ഈ അവാർഡ് കൊടുക്കുന്നത്. കാരണം ഇന്ന് കേരളത്തിൻ്റെ കരയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള ഭാഷ ശരിയായ രീതിയിൽ ഉച്ചാരണ ശുദ്ധിയില്ല. നമ്മളെപ്പോൾ നോക്കിയാലും ദൃശ്യമാധ്യമങ്ങളിലായാലും അച്ചടിയിലായാലും വാമൊഴിയിലും വരമൊഴിയിലും എല്ലാം പരിഷ്കാരങ്ങൾ കടന്നുകൂടി മലയാള ഭാഷ അങ്ങ് ശോഷിച്ചു പോവുകയാണ്. അപ്പോൾ വെളിയിലുള്ള വിദേശത്തുള്ള മലയാളികൾ പക്ഷേ ഉന്നത നിലവാരം പുലർത്തി മലയാള ഭാഷയെ ഉയർത്തിക്കൊണ്ടിരുന്നുണ്ട്. നമ്മുടെ മലയാള ഭാഷ ലോകത്തൊട്ടാകെ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട്. എൻ്റെ കുട്ടി പോലും മലയാളം പഠിക്കാൻ താല്പര്യപ്പെടുന്ന അവർ വിദേശത്താണ് പഠിച്ചതെങ്കിലും അവർക്ക് മലയാളം വായിക്കാൻ അറിയാൻ ഞാനത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ലണ്ടൻ മലയാളി കൗൺസിൽ എല്ലാവർക്കും, മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഭാഷ പഠിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബേബി കാക്കാശ്ശേരി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീട് തൃശ്ശൂരാണ്. ഇദ്ദേഹം പല കവിതകളും നോവലുകളും ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തെപ്പറ്റി ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റിയും പേപ്പറിലെല്ലാം കൊടുത്തു. വിദേശത്തുള്ള എല്ലാ മാധ്യമങ്ങളിലും ഓൺലൈനിലും അല്ലാതെയും കൊടുത്തു. ഞങ്ങൾക്ക് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കെനിയ, നൈജീരിയ, പിന്നെ അങ്കോള, സൗത്ത് അമേരിക്ക, ബ്രസീൽ, അമേരിക്ക, USA, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾക്ക് നോവലുകളും കവിതകളും പലതും ലഭിച്ചു. പക്ഷേ സ്വിറ്റ്സർലൻഡിൽ നിന്ന് എഴുതിയ ബേബി കാക്കാശ്ശേരിയുടെ ഈ പുസ്തകം ഹംസഗാനം എന്ന കവിതാ സമാഹാരമാണ് തിരഞ്ഞെടുത്തത്. ഇതെടുത്തത് ഡോക്ടർ ജോർജ് ഓണക്കൂറും കാരൂർ സോമനും കൂടുന്ന ജൂറിയാണ് ഇത് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ പീറ്റർ നെണ്ടുവും അമേരിക്ക, ഇവർ 3 പേരും കൂടി ചേർന്നാണ് ഈ പുസ്തകം, ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഏറ്റവും നല്ലത് എന്ന് കണ്ട് ഇദ്ദേഹത്തിന് അവാർഡ് പ്രഖ്യാപിച്ചത്. ഈ അവസരത്തിൽ പത്തനംതിട്ട സ്ഥലം MLA ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ശിവദാസൻ നായർ MLA ഈ അവാർഡ് കൊടുക്കും. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചു. അദ്ദേഹം ഇവിടെ സന്നിധനായിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും താങ്ക്സ്. ശ്രീ സണ്ണി, ലണ്ടൻ മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ്, ഇന്നത്തെ ഈ പ്രശംസകളും അവാർഡും സ്വീകരിക്കുന്ന ബേബി കക്കാശ്ശേരി, പ്രിയമുള്ളവർ, വിദേശത്ത് സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ താമസിക്കുന്ന ആളുകൾ, മലയാള ഭാഷയിൽ കവിതയും കഥയും നോവലും ഒക്കെ രചിക്കുന്നു എന്നത്
നമുക്ക് ഒരു വലിയ അത്ഭുതമാണ്. കാരണം മലയാളത്തോടുള്ള സ്നേഹം മാത്രമല്ല, മലയാള ഭാഷയിൽ സാഹിത്യ സംഭാവനകളും നൽകാൻ കഴിയുന്ന ആളുകളാണ് അവർ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ ബേബി കാക്കാശ്ശേരി ഹംസഗാനം എന്ന ആ ഒരു കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്യുക വഴി ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗൾഫ് കൺട്രീസിലാണെങ്കിൽ അവർ മലയാളം നമ്മുടെ നാടുമായിട്ട് വളരെയധികം എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ആളുകളുമാണ്. എന്നാൽ മറ്റ് നാടുകളിൽ അവർ സ്ഥിരമായി അവിടെ പലപ്പോഴും അവിടെ താമസിക്കുന്ന ആളുകളാണ്, അവർക്ക് അത്രയധികം ബന്ധങ്ങളില്ല. ഇവിടെ ഇപ്പോൾ നമ്മളുടെ മലയാളം ചാനലുകളൊക്കെ എല്ലാ രാജ്യങ്ങളിലും കിട്ടുന്നു എന്നത് മലയാളത്തെ കൂടുതൽ അവർക്ക് അടുത്തറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. മലയാളം സൂക്ഷിച്ചു വരികയൊന്നുമല്ല, മലയാളം നന്നായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സാഹിത്യവും നല്ല രീതിയിൽ വളരുന്നുണ്ട്. ഇൻ്റർനെറ്റും ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും മലയാള ഭാഷയ്ക്ക് ഒരു അല്ലെങ്കിൽ വായനാശീലത്തിന് ഒരു ഇടിവുണ്ടാകും എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അസ്ഥാനത്താണ്. ഇപ്പോഴും പുസ്തകങ്ങൾ വായിക്കാനും വായനയുടെ ഒരു സുഖം അനുഭവിച്ചറിയാനും മലയാളികൾക്ക് വലിയ താല്പര്യമുണ്ട്. തീർച്ചയായും വിദേശ മലയാളികളുടെ ഒരു സാഹിത്യ കൃതികളും ഇത്തരത്തിൽ നമ്മുടെ ഒരു സാഹിത്യ രംഗത്ത് ഒരു നല്ല സംഭാവനകൾ ഉണ്ടാകട്ടെ, അതിന് ഇതൊരു നിമിത്തമായി മാറട്ടെ എന്നാണ് എൻ്റെ ഈ അവസരത്തിലുള്ള ഒരു അപേക്ഷ. ഞാൻ മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇന്നലെ എറണാകുളത്ത് വന്നിട്ടാണ് വന്നത്, തൃശ്ശൂർ വന്നിട്ട് എറണാകുളത്ത് വന്നിട്ടാണ് വന്നത്. വലിയ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കിനിയിപ്പോൾ അതൊരു മാറ്റം ഉണ്ടാക്കാം. നമുക്ക് അത് ഇവിടെ തന്നെ അതിനകത്തൊരു സന്തോഷം ഉണ്ടാക്കുന്നതിന് പരമാവധി ശ്രമിക്കുകയാണ്. എല്ലാവരുടെയും ഒരു സഹായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഞങ്ങളുടെ പത്തനംതിട്ടയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ പെട്ടെന്ന് വരാനും പോകാനും ഒക്കെ ഉള്ള സൗകര്യം ഉണ്ടാക്കാം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഞാൻ മറ്റ് ദീർഘമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ശ്രീ ബേബി കാക്കാശ്ശേരിയെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. മലയാളത്തെ സ്നേഹിക്കുന്നു, മലയാളത്തിൽ കവിതകൾ എഴുതുന്നു. തീർച്ചയായും നമുക്ക് ഇത്തരം ആളുകൾ നമ്മളുടെ നാട്ടിന്, നമ്മുടെ ഭാഷയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. കഥകളും കവിതകളൊക്കെ എഴുതാറുണ്ട്. അവിടെ പോയത് എഴുതാനും പാടാനും പോയതല്ല, പാടുപെട്ട് എൻ്റെ പണിയെടുത്ത് എൻ്റെ പത്തായം നിറയ്ക്കാൻ പോയതാണ്. എങ്കിലും വല്ലപ്പോഴൊക്കെ പാടാറുണ്ട്, പാണനെ പോലെ പാടും. പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. പാടിയതൊക്കെ പാടില്ലായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പന്നിക്കൂട്ടിലേക്കാണല്ലോ പവിഴങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ലണ്ടൻ മലയാളി കൗൺസിൽ വിളിച്ച് ഈ പുരസ്കാരം എനിക്ക് തരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റ് സണ്ണി പത്തനംതിട്ടയോടും ഇത് നിർവഹിക്കാൻ എത്തിയ സ്ഥലം MLA ശിവദാസൻ നായർ MLAയ്ക്കും പത്രപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രശാന്തമായ മനസ്സിലല്ല, പ്രക്ഷുബ്ധമായ മനസ്സിലാണ് കഥയും കവിതകളും കടന്നു വരിക. അതുകൊണ്ട് പ്രവാസികളിൽ ധാരാളം എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല. അവരെ എഴുതുന്നതൊന്നും നാട്ടിലുള്ളവർ അറിയുന്നില്ല. പക്ഷെ അവരെ എഴുതുന്നതൊന്നും ശ്രദ്ധിക്കാറുണ്ട്. അവരെഴുതുന്നത് ചെക്കോ ഡ്രാഫ്റ്റോ ആയിരിക്കും, അല്ലാതെ ഒന്നും അവർ നാട്ടിലുള്ളവർ ശ്രദ്ധിക്കാറില്ല. ഈ സമ്മാനാർഹമായ ഹംസഗാനം അതിന് പേര് കൊടുക്കാൻ കാരണം എനിക്ക് വയസ്സായി. ഹംസങ്ങൾ ചാവാൻ കാലത്ത് പാടുമെന്ന് സങ്കല്പമുണ്ട്. അതുകൊണ്ട് ഞാൻ ഹംസഗാനം എന്ന് പേരിട്ടു.
അല്ലാതെ കോഴിക്കോട്ട് മലപ്പുറത്ത് ഹംസ പാടുന്ന ഗാനമല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീ സണ്ണി, ശ്രീ ബേബി കക്കാശ്ശേരി, മറ്റ് ലണ്ടൻ മലയാളി അസോസിയേഷൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പത്ര സുഹൃത്തുക്കൾ, ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഏറ്റവും സന്തോഷകരമായ ചില നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ താമസിച്ച് ജോലി തേടി ഇതിനിടയിൽ സാഹിത്യ സംഭാവനകൾ നൽകുന്ന ശ്രീ ബേബി കക്കാശ്ശേരിയെ ഞാൻ പത്തനംതിട്ടയിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏറ്റവും അനുമോദിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ തന്നെയായ ശ്രീ സണ്ണി, അദ്ദേഹമാണ് ലണ്ടൻ മലയാളി കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് പോയ ഒരാൾ ഇത്തരം ഒരു സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു അഭിമാനകരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ പുരോഗതി വലിയ സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന വിദേശ മലയാളികൾ. അത്തരത്തിൽ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ താല്പര്യം കാണിച്ച ഇതിൻ്റെ പ്രസിഡന്റിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടാതെ അവാർഡ് ഏറ്റുവാങ്ങിയ ശ്രീ ബേബി കക്കാശ്ശേരിയെ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. കഴിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ഈ പ്രസ് ക്ലബിന് നമ്മുടെ പത്തനംതിട്ടയ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടുന്ന സഹായം ഞാൻ ചെയ്യും. അതുപോലെ തന്നെ സാറ് പറഞ്ഞത് പെട്ടെന്ന് വരാനുള്ള ഒരു സംവിധാനം വേണം. അപ്പോൾ ആറന്മുള എയർപോർട്ട് അത് നമുക്ക് ആവശ്യമാണ്. സാർ അതിന് പരിശ്രമിക്കുന്നുണ്ട്. വിദേശികളായ ഞങ്ങളെല്ലാവരും അതിന് ഫുൾ സപ്പോർട്ടാണ്. നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്. വിദേശികളായ ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. ആദ്യം റോഡ്, പക്ഷെ വരാനുള്ള സൗകര്യം ആവശ്യമുണ്ടാവില്ല.